എറണാകുളത്തെ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര വിശേഷങ്ങളിലേക്കാണ്. ദർശനപാതയിലെ രണ്ടാമത് ക്ഷേത്രമായ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്. എറണാകുളം ജില്ലയിലെ 3 ക്ഷേത്രങ്ങളും എറണാകുളം കോട്ടയം അതിർത്തിയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെടുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും ചേർത്തുകൊണ്ടുള്ള നാലമ്പല ദർശനത്തിൽ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളത്. വിഗ്രഹത്തിന് പകരം തിടമ്പാണ് ക്ഷേത്ര ശ്രീകോവിലിൽ ആരാധിക്കുന്നത്. ഐതിഹ്യപരിമയിൽ ഏറെ പറയാനുണ്ട് ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെപ്പറ്റി. കേരളത്തിലെ മിക്ക ലക്ഷ്മണ ക്ഷേത്രങ്ങളിലും ശ്രീകോവിലുള്ള അഷ്ടബന്ധ സമ്പ്രദായത്തിലാണ്. അതിനാൽ തന്നെ ഇവിടെ തിടമ്പ് വളരെയധികം ആരാധനാ സവിശേഷമാണ്. രാമ രാമ രമാപതേ ധരണീപതേ കരുണാനിധേ. ശ്രീരാമന്റെ സന്തത സഹചാരി സൗമിത്രി തിരുമൂഴിക്കുളത്ത് നിന്ന് ശിവേലി ബിംബത്തിൽ എഴുന്നള്ളി ശ്രീലകം പൂണ്ട തീർത്ഥസ്ഥാനമായാണ് ഇവിടം കണക്കാക്കപ്പെടുന്നത്. ലക്ഷ്മണ പെരുമാളിന്റെ ശിവേലി ബിംബം ഉപാസകനായിരുന്ന കരിമലക്കോട്ട് മൂസദിന്റെ ഗ്രഹത്തിലാണ് അന്ന് ഇറക്കി എഴുന്നള്ളിച്ചത്. മൂസദിന്റെ ഗ്രഹം ക്ഷേത്രത്തിലെ ഇന്നത്തെ കൊട്ടാരമാണ്. ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണവട്ടത്തിൽ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നീ ദേവതകളും കുടികൊള്ളുന്നുണ്ട്. പുറത്തെ പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരും അവരുടെ രൗദ്രഭാവത്തെ ശമിപ്പിക്കത്തക്ക വിധം തെക്കുകിഴക്ക് ഭാഗത്ത് അവർക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമായി ശാസ്താവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശിവപാർവതിമാർക്ക് പിന്നിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ഭദ്രകാളിയുടെ സാന്നിധ്യവും അതിന് വലതുഭാഗത്തായി സർപ്പ സാന്നിധ്യവുമുണ്ട്. ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടി ഒട്ടനവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്നത്. ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം നേടി ഇനി ശത്രുഘ്നസ്വാമിയുടെ ദർശനത്തിനായുള്ള യാത്രയിലാണ്. എറണാകുളത്തെ 4 അമ്പലങ്ങളിലൂടെയുള്ള പുണ്യയാത്ര തുടരും. മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുൻ മുരളി.